ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള ജീവജാലങ്ങളെ ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഗിനി പന്നികളെയും എലികളെയുമാണ്. എന്നാൽ എക്കാലത്തും എല്ലായ്പ്പോഴും അങ്ങനെ ആയിരുന്നില്ല. കുറേയധികം വർഷങ്ങൾ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ മനുഷ്യരെ തന്നെ ഗിനി പന്നികളെ പോലെ നമ്മൾ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. വളരെയധികം മൃഗീയമായ അൺഎത്തിക്കലായിട്ടുള്ള പരീക്ഷണങ്ങളായിരുന്നു അന്ന് നടപ്പിലാക്കിയത്. അത്തരത്തിലുള്ള 3 പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത്. ആദ്യത്തേത് ഹോമോസെക്ഷുവാലിറ്റി ക്യൂറിംഗ് എക്സ്പെരിമെൻ്റ് ആണ്. 1973 മുൻപ് വരെ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മാനസിക വിഭ്രാന്തിയാണെന്നാണ് ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ഒരു ഹോമോസെക്ഷൽ അല്ലെങ്കിൽ ഒരു ഗേ അതുമല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ ആണ് എങ്കിൽ അത് അയാൾ മറച്ചു വെക്കുകയാണ് പതിവ്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ തൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ അത് അറിയുകയാണെങ്കിൽ അവർ അയാളെ അല്ലെങ്കിൽ അവരെ തൊട്ടടുത്തുള്ള സൈക്കാട്രിക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതൊരു മാനസിക രോഗമാണെന്ന് പറയുമ്പോൾ പോലും മാനസികമായിട്ട് അതിനെ ചികിത്സിച്ച് മാറ്റാനുള്ള ഒരു രീതിയിലുള്ള മെഡിക്കൽ പ്രൊസീജിയേഴ്സും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതിന് ഒരു തരത്തിലുള്ള മരുന്നുകൾ പോലും കണ്ടെത്തിയിരുന്നില്ല. എന്നിട്ടും അതൊരു മാനസിക വിഭ്രാന്തിയാണെന്നുള്ള അന്ധവിശ്വാസത്തിൽ തന്നെ അവർ അടിയുറച്ചു നിന്നു. പിന്നെ എന്തിനായിരിക്കാം ഇങ്ങനെയുള്ള ആളുകളെ സൈക്കാട്രിക് ആശുപത്രികൾ എത്തിക്കുന്നത്? പരീക്ഷണത്തിന് വേണ്ടി തന്നെയാണ് അവർ അവിടേക്ക് കൊണ്ടുപോകുന്നത്. പരീക്ഷണം വിജയിക്കുമോ ഇല്ലയോ എന്ന് അവർക്ക് ഒരു ഉറപ്പുമില്ല. പക്ഷേ വിജയിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. വിജയിച്ചില്ല എങ്കിൽ ആ വ്യക്തി ശരിക്കുമുള്ള ഒരു മാനസിക രോഗിയായി മാറുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് സ്വന്തം ജീവൻ ഒടുക്കുകയോ ചെയ്യുന്നതാണ്. ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങൾ ആ കാലഘട്ടത്തിൽ സൈക്കാട്രിക് ആശുപത്രികൾ നടത്തിയിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ ഏറ്റവും പൈശാചികമായിട്ടുള്ള തെറാപ്പി അവേർഷൻ തെറാപ്പി ആയിരുന്നു. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ ശരിക്കും തുടങ്ങിയത് 1930കളിലായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആകുന്നത് 1950കളിലും 60കളിലുമാണ്. ഈ കാലഘട്ടത്തിൽ അമേരിക്കയിലും ബ്രിട്ടനിലുമായിട്ടുള്ള ഹോമോസെക്ഷൽ ആയിട്ടുള്ള 100 കണക്കിന് ആളുകളെയാണ് മൃഗീയമായി പീഡിപ്പിച്ചത്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതിൽ കുപ്രശസ്തനായ ഒരു ഡോക്ടറായിരുന്നു ബ്രിങ്ഹാം യങ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ റോബർട്ട് ഖാഡ്. അദ്ദേഹം നടപ്പിലാക്കിയ എവേർഷൻ തെറാപ്പി ഇപ്രകാരമായിരുന്നു. ഹോമോസെക്ഷലായിട്ടുള്ള വ്യക്തിയുടെ സെക്സ് ഓർഗന് ചുറ്റുമായി ഇലക്ട്രോഡുകൾ ഘടിപ്പിക്കുന്നു. ശേഷം ആ വ്യക്തിയുടെ മുമ്പിൽ പോണോഗ്രഫി പ്ലേ ചെയ്യുകയാണ്. പലതരത്തിലുള്ള സെക്സ് വീഡിയോസ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നു. അതിൽ ഹെട്രോസെക്ഷൽ വീഡിയോസ് ഉണ്ട്, ഹോമോസെക്ഷൽ വീഡിയോസും ഉണ്ട്. എപ്പോഴാണോ ഹോമോസെക്ഷൽ വീഡിയോ പ്ലേ ആകുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് സെക്ഷൽ എറോസൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം അദ്ദേഹം ഹോമോസെക്ഷൽ ആയിട്ടുള്ള വ്യക്തിയാണല്ലോ. ആ സമയത്ത് അദ്ദേഹത്തിന് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കേണ്ടി വരുന്നു. ഹോമോസെക്ഷൽ വീഡിയോ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള എറോസലും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നിടം വരെ ഈ പ്രക്രിയ തുടർന്നു പോകുന്നതാണ്. വലിയ രീതിയിലുള്ള പരാജയമായിരുന്നു ഈ തെറാപ്പി. ഇതിലൂടെ ഒരാളുടെ പോലും സെക്ഷുവാലിറ്റിക്ക് മാറ്റം വരുത്താൻ അവർക്ക് സാധ്യമായില്ല. ഇതിന് വിധേയമായ എല്ലാ ആളുകളും മാനസിക രോഗികളായി മാറുകയായിരുന്നു. കുറേ അധികം ആളുകൾ ആത്മഹത്യ ചെയ്യുകയും ഉണ്ടായി. രണ്ടാമത്തേത് മോൺസ്റ്റർ സ്റ്റഡിയാണ്. വിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു ഇത്. ഇത് നടപ്പിലാക്കിയത് യൂണിവേഴ്സിറ്റി ഓഫ് അയോവയിലെ ഡോക്ടറായ ഡോക്ടർ വെൻഡൽ ജോൺസൺ ആണ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ വിക്കുള്ള ഒരു വ്യക്തിക്ക് വിക്കുണ്ടാകുന്നത് ശരിക്കും ആ വ്യക്തി വിക്കുള്ള ആളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ മാത്രമാണെന്നാണ്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മെഡിക്കൽ സയൻസ് അത് അപ്രൂവ് ചെയ്തിരുന്നില്ല. അവർ പറഞ്ഞിരുന്നത് ജനിതകപരമായിട്ടുള്ള കാരണങ്ങളാലാണ് ഒരു വ്യക്തി വിക്കനായി മാറുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇത് തെളിയിക്കാൻ ഡോക്ടർ വെൻഡൽ ജോൺസൺ തീരുമാനിക്കുകയായിരുന്നു. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റായ മേരി ട്യൂഡറാണ്. നിരവധി അനാഥ കുട്ടികളെ ഉപയോഗിച്ച് അവർ 2 പേരും ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തെ മറ്റുള്ള ഡോക്ടർമാർ വിശേഷിപ്പിച്ചതാണ് മോൺസ്റ്റർ സ്റ്റഡി. ആരാരും ചോദിക്കാനില്ലാത്ത 22 അനാഥ കുട്ടികളെയാണ് 6 മാസം നീണ്ടു നിൽക്കുന്ന ഈ പരീക്ഷണത്തിന് അവർ വിധേയമാക്കിയത്. മൊത്തമുള്ള കുട്ടികളെ 2 ഗ്രൂപ്പുകളായി തരംതിരിച്ചു. ഒരു ഗ്രൂപ്പിന് നോർമൽ സ്പീക്കേഴ്സ് എന്നും രണ്ടാമത്തെ ഗ്രൂപ്പിന് സ്റ്റട്ടേഴ്സ് അല്ലെങ്കിൽ വിക്കന്മാർ എന്നും പേര് നൽകി. പക്ഷേ സ്റ്റട്ടർ ഗ്രൂപ്പിലെ പകുതി ആൾ മാത്രമേ ശരിക്കുമുള്ള വിക്കന്മാരായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ സാധാരണഗതിയിൽ സംസാരിക്കുന്ന ആളുകൾ മാത്രമായിരുന്നു.
നോർമൽ സ്പീക്കേഴ്സ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ സംസാരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ പിന്തുണ നൽകുകയും അതേസമയം സ്റ്റട്ടർ ഗ്രൂപ്പിലുള്ള ആളുകൾ ശരിയായ രീതിയിൽ സംസാരിച്ചാൽ പോലും അവരെ കളിയാക്കുകയും ചെയ്തിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന പകുതി പേർ ശരിക്കും നോർമലായിട്ടുള്ള സ്പീക്കേഴ്സ് ആയിരുന്നു എന്ന്. അവരെ പോലും ഇവർ കളിയാക്കുകയായിരുന്നു. സ്റ്റട്ടർ ഗ്രൂപ്പിലുണ്ടായിരുന്ന 11 പേരിൽ 6 പേർ മാത്രമായിരുന്നു യഥാർത്ഥ സ്റ്റട്ടേഴ്സ്. അവശേഷിക്കുന്ന 5 പേർ നോർമൽ സ്പീക്കേഴ്സ് ആയിരുന്നു. എന്നാൽ ആ 6 പേരിൽ 5 പേരുടെ അവസ്ഥയും കൂടുതൽ ഗുരുതരമായി മാറുകയായിരുന്നു. പക്ഷേ പരീക്ഷണം കഴിഞ്ഞപ്പോഴേക്കും അതിൽ ഒരു കുട്ടിയുടെ വിക്ക് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വിഷമകരമായ കാര്യം നേരാവണ്ണം സംസാരിച്ചിരുന്ന ആ 5 പേർക്ക് കുറേ അധികം നാളത്തേക്ക് വിക്കുണ്ടായിരുന്നു എന്നതാണ്. പിന്നീട് അവർ നോർമലായിട്ടുള്ള ലൈഫിലേക്ക് മാറുകയും ചെയ്തു. വിക്കിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ മാത്രമായിരുന്നു ആ 5 പേർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീടുള്ള ജീവിതകാലം മുഴുവനും അവർ ശരിക്കുമുള്ള വിക്കന്മാരായി ജീവിക്കുകയായിരുന്നു. 60 വർഷങ്ങൾക്ക് ശേഷം ഒരു ന്യൂസ് പേപ്പറിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ കണ്ടിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിലൂടെ കടന്നുപോയി എന്ന് സ്വയം മനസ്സിലാക്കിയത് തന്നെ. ഇതിനെ തുടർന്ന് 2007 യൂണിവേഴ്സിറ്റി ഓഫ് അയോവയ്ക്കെതിരെ അവർ ഒരു കേസിന് പോയിരുന്നു. ആ കേസിൻ്റെ വിധി അവർക്ക് അനുകൂലമായിട്ട് തന്നെയാണ് സംഭവിച്ചത്. 9 ലക്ഷം അമേരിക്കൻ ഡോളേഴ്സിൻ്റെ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു കോടതിയുടെ വിധി. യൂണിവേഴ്സിറ്റി ഓഫ് അയോവ അത് ചെയ്യുകയുമുണ്ടായി. ഏറ്റവും അവസാനമായി MK അൾട്ര എന്ന എക്സ്പെരിമെൻ്റ് ആണ്. ഇത്തരത്തിലുള്ള അൺഎത്തിക്കൽ എക്സ്പെരിമെൻറ്റുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് MK അൾട്രയെക്കുറിച്ചും പറയേണ്ടതായിട്ടുണ്ട്. ഇത് നടപ്പിലാക്കിയത് CIA ആയിരുന്നു, അതായത് അമേരിക്കയുടെ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഇതിന് തുടക്കം കുറിക്കുന്നത് 1953 അന്ന് അതിൻ്റെ ഡയറക്ടർ അലൻ ഡോൾസ് ആണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നു ഒരു പ്രത്യേക തരത്തിലുള്ള മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊസീജിയർ ഉണ്ടാക്കിയെടുക്കുക എന്നത്. ഇതിലൂടെ കുറ്റവാളികളിൽ നിന്നും നമുക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ പല രാജ്യങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നർക്കോട്ടിക് അനാലിസിസിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു അവർ അന്ന് നടപ്പിലാക്കിയത്. ഈ കാലഘട്ടത്തിൽ പ്രതിയുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടി മാത്രമാണ് നർക്കോട്ടിക് അനാലിസിസ് നടപ്പിലാക്കുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ CIA അപ്രകാരമായിരുന്നില്ല നടപ്പിലാക്കിയിരുന്നത്. അവർ ഇതിനുവേണ്ടി ഉപയോഗിച്ചത് LSD അല്ലെങ്കിൽ ലൈസെർജിക് ആസിഡ് ഡൈഈഥൈൽ അമൈഡാണ്. ഒരു ഡോക്ടറിൻ്റെയോ അല്ലെങ്കിൽ ഒരു നേഴ്സിൻ്റെയോ പോലും സാന്നിധ്യം ഇല്ലാതെ ആയിരുന്നു ഈ മെഡിസിനെ പ്രതികളിലേക്ക് അവർ ഇഞ്ചക്ട് ചെയ്തത്. പ്രതികളിലേക്ക് മാത്രമല്ല, അവർ സാധാരണഗതിയിലുള്ള ആൾക്കാരിലേക്കും ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇഞ്ചക്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് 2 ആളുകളാണ് മരണമടഞ്ഞത്. പക്ഷേ ഒരുപാട് പേർക്ക് മാനസിക വിഭ്രാന്തി സംഭവിച്ചു. ഇതിലും ഭയാനകരമായിട്ടുള്ള കാര്യം, വളരെ പാവപ്പെട്ട ചില കുട്ടികൾ പിന്നീട് വളർന്നു വന്നത് വലിയ ക്രിമിനൽസ് ആയിട്ടാണ്. ഇതിൻ്റെ മികച്ച ഉദാഹരണമാണ് തിയോഡർ കാസിൻസ്കി. ഈ എക്സ്പെരിമെൻറ്റിന് വിധേയമാകുമ്പോൾ അദ്ദേഹം ഒരു ടീനേജർ ആയിരുന്നു. വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു പയ്യൻ പിന്നീട് ഒരു തീവ്രവാദിയായി മാറുന്നത് ലോകത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. നിരവധി ബോംബ് സ്ഫോടനങ്ങളാണ് പിന്നീട് പ്രായമായപ്പോൾ തിയോഡർ നടപ്പിലാക്കിയത്. പല ബോംബുകളും അദ്ദേഹം തന്നെ വീട്ടിൽ നിർമ്മിച്ചവയായിരുന്നു. അതിനെ തുടർന്ന് 3 വ്യക്തികൾ മരണമടഞ്ഞിട്ടുണ്ട്. 23ഓളം പേർക്ക് പരിക്കുകളേറ്റിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം അമേരിക്കയിലെ കൊളറോഡോയിൽ സ്ഥിതി ചെയ്യുന്ന സൂപ്പർമാക്സ് പ്രിസണിൽ ഒരു കുറ്റവാളിയായി ശിഷ്ടകാലം കഴിച്ചുകൂട്ടുകയാണ്. 1973 ഈ പരീക്ഷണങ്ങൾ ഒക്കെ തന്നെയും അവസാനിപ്പിക്കുന്നത്. പിന്നീടുണ്ടാകാൻ സാധ്യതയുള്ള വിചാരണകളെ ഒഴിവാക്കാനായി അന്നുണ്ടായിരുന്ന ഡോക്യുമെന്റുകൾ എല്ലാം തന്നെയും അവർ നശിപ്പിക്കുകയും ചെയ്തു. MK അൾട്ര പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തിയിട്ടുള്ള മറ്റൊരു മൃഗീയമായ പരീക്ഷണം കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഇത് നടപ്പിലാക്കിയത് ഡോക്ടർ ഇവൻ കാമറോൺ ആണ്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് തലച്ചോറ് നമ്മൾ സ്ലേറ്റ് തുടച്ച് വൃത്തിയാക്കുന്നത് പോലെ വൃത്തിയാക്കാൻ സാധിക്കുമെന്നതാണ്. അതിനെ അദ്ദേഹം ബ്രെയിൻ വാഷിംഗ് എന്ന പേരുകൊണ്ടാണ് വിശേഷിപ്പിച്ചത്. ഈ കാലഘട്ടത്തിലും നമ്മൾ ബ്രെയിൻ വാഷിംഗ് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. ഈ പരീക്ഷണത്തിനു വേണ്ടി അദ്ദേഹം സാധാരണക്കാരായ അമേരിക്കക്കാരെയാണ് ഉപയോഗിച്ചത്. അവരെ അദ്ദേഹം ഒരു കട്ടിലിൽ കെട്ടിയിട്ടു. ശേഷം ഹെഡ്ഫോണിൻ്റെ സഹായത്താൽ ഒരേ വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് അവരെ കേൾപ്പിക്കുകയുണ്ടായി. കുറച്ച് മിനിറ്റ് നേരത്തേക്കോ കുറച്ച് മണിക്കൂർ നേരത്തേക്കോ ആയിരുന്നില്ല ഈ പരീക്ഷണം. തുടർച്ചയായ 86 ദിവസങ്ങൾ ഈ പരീക്ഷണം നീണ്ടുനിന്നു. അതൊരു വിജയമാണ് എന്ന് അദ്ദേഹത്തിന് CIA തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചു. അതിനെ തുടർന്ന് CIA ഇത് MK അൾട്രയുടെ ഒരു ഭാഗമായി ഏറ്റെടുക്കുകയായിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് കുറേയധികം ഫണ്ടുകൾ അനുവദിച്ച് നൽകുകയും ഉണ്ടായി.
പിന്നീട് ഇത് വലിയൊരു പരാജയമാണെന്നും ഇതിലൂടെ നിരവധി ആളുകൾക്ക് മാനസിക വിഭ്രാന്തി സംഭവിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കിയ CIA ഈ പ്രോജക്റ്റ് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. 1974 ഇതിന് വിധേയമായി രോഗികളായി മാറിയ ആളുകൾ CIAക്കെതിരെ ഒരു ലോ സ്യൂട്ട് ഫയൽ ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് $7,50,000 അമേരിക്കൻ ഡോളേഴ്സാണ് ഇവർക്ക് നഷ്ടപരിഹാരമായി ലഭ്യമായത്. ബ്രൈറ്റ് കേരളൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്: 1953 CIA തുടങ്ങിയ കുപ്രശസ്തമായിട്ടുള്ള പ്രോജക്റ്റിന്റെ പേര് എന്താണ്? നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കേരളൈറ്റ്. നിങ്ങൾക്ക് ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.